വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ വളരെ സവിശേഷതയുള്ള ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഹാപ്പി ഹോംസിൽ നിന്നുള്ള ഫാമിലി കോൺഫറൻസിൽ നിന്നുള്ള വിവിധ ദൃശ്യങ്ങളും സന്ദേശങ്ങളുമായിരിക്കും കേൾക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ ആഴ്ചയിലെ ഓരോ എപ്പിസോഡും വളരെ 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 സ്പെഷ്യൽ ആയിരിക്കും. നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 6 പേർ കൂടി ചേർന്നിട്ടാണ്. ആദ്യമേ തന്നെ വെല്ലൂരിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകൾക്കും അവളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എറണാകുളത്ത് നിന്ന് രണ്ടാമതായിട്ട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തിയാണ്. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണറെ ലഭിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ തന്നെ അമ്മയുടെ ബാക്ക് പെയിൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് കാക്കനാടിൽ നിന്ന് രാജീവ് VK, അവർക്ക് സ്വന്തമായ ഒരു വീട് ലഭിക്കുവാൻ വേണ്ടിയിട്ടും, അപ്പോൾ തന്നെ അവരുടെ ബ്രദർ ശരത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് സൂസൻ ഏബ്രഹാം, അവർക്ക് വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. അവരുടെ മക്കൾ അനീറ്റ അനേബൽ, അവർ രണ്ടുപേരുടെയും വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം, ഭാവി എന്നിവയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അഞ്ചാമതായിട്ട് കൂർഗിൽ നിന്ന് ആൻറ്റോ ആൻഡ് അഗത, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട്, അപ്പോൾ തന്നെ അവരുടെ ആത്മീകമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ഏറ്റവും അവസാനമായിട്ട് നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള മാലിനി ആൻഡ് ശാലിനി, അവർക്ക് 2 പേർക്കും നല്ലൊരു ജോലി ലഭിക്കാനും, അപ്പോൾ തന്നെ അവരുടെ മുഴുവൻ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആരോഗ്യമുണ്ടാകാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടു. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരം ഈ ഓരോ സ്പോൺസറുടെ മേലും അവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും വന്നു ചേരുന്നതിനാൽ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സമയത്ത് കർത്താവെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, രോഗസൗഖ്യം വേണ്ടവർക്ക് അങ്ങത് പകരുന്നതിനാൽ നന്ദി പറയുന്നു. അതുപോലെ സാമ്പത്തികമായ വിടുതലുകൾ ആവശ്യമുള്ളവർക്ക് അത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തമായി എടുത്തു പറഞ്ഞ ഓരോ വിഷയങ്ങളിലും കർത്താവ് വ്യക്തമായ മറുപടി അങ്ങ് നൽകുന്നതിനാൽ നന്ദി പറയുന്നു. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സിനോട് ചേർന്ന് ഈ സമയത്ത് ഇന്നത്തെ ഓരോ സ്പോൺസറെയും ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. ഈ സഹോദരിയുടെ അമ്മയുടെ വിശ്വാസം കണ്ടിട്ട് ഒരു അത്ഭുതം ചെയ്ത സാക്ഷിയുമായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ സഹോദരിക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം 4 വർഷത്തോളമായി കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഈ സഹോദരിക്ക് ബ്ലീഡിംഗ് ആയിരുന്നു, നിരന്തരമായ ബ്ലീഡിംഗ് ആയിരുന്നു. ഈ സഹോദരി പറഞ്ഞത് ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബ്ലീഡിംഗ് നിൽക്കൂ. അവസാനം ഇത് മനസ്സിലാക്കി ഇവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതും അത് നിമിത്തമായി ഇനി ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും പറഞ്ഞു. കാരണം ഹോർമോണൽ ഇംബാലൻസ് മൂലം ബ്ലീഡിംഗ് ആണ്, എപ്പോഴും ബ്ലീഡിംഗ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ഇവർ കൺസീവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ സഹോദരിയുടെ അമ്മ നമ്മുടെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ട്. എവിടെയാണ് അമ്മ വന്ന് പങ്കെടുത്തത്? റാന്നിയിൽ. ഈ അമ്മ ചെയ്തത് ഒരു പ്രെയർ ഡയറി മേടിച്ചിട്ട് ആ പ്രെയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. റാന്നിയിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ
വന്ന് പങ്കെടുത്തു പ്രാർത്ഥിച്ചു. ഓക്കെ. പറയുന്നത് ആ പ്രാർത്ഥിച്ചതിന് ശേഷം 5 മാസത്തിന് ശേഷം ഈ സഹോദരി പ്രഗ്നന്റ് ആയി ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവർക്ക് ഒത്തിരി കടഭാരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കർത്താവ് പൂർണ്ണമായി മാറ്റി ദൈവം ഇവരെ അനുഗ്രഹിച്ചെന്നുള്ള സാക്ഷ്യവുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. യേശുവിന് ഇറങ്ങി വരാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. ദാമ്പത്യ ജീവിതത്തിലോ സാമ്പത്തികമായ കാര്യങ്ങളിലോ എവിടെ വേണമെങ്കിലും യേശുവിന് ഇറങ്ങി വരാൻ കഴിയും. ചെയ്യേണ്ടത് കൈകളെ ഉയർത്തി ഒരു നിമിഷം വിശ്വസിക്കാമോ? കർത്താവേ, ഈ കുടുംബത്തിൽ ചെയ്തത് ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ചെയ്യണമേ. ഈ സാക്ഷ്യം കാണുന്നവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, തുടർന്നും ഈ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ. ഈ അമ്മയുടെ കണ്ണുനീരിനെ നീ മാനിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ഓഗസ്റ്റ് 14 തീയതിയായിരുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് 2015 നടന്നത്. 1500-ലധികം പേരാണ് ഈ പ്രാവശ്യത്തെ ഫാമിലി കോൺഫറൻസിൽ പങ്കെടുത്തത്. അത്രയും. അപ്പോൾ തന്നെ ഒത്തിരി കുട്ടികൾ കിഡ്സിൻ്റെ സർവീസിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഹോൾ മുഴുവൻ നിറഞ്ഞ ആളുകളായിരുന്നു. പക്ഷേ ആ ദിവസം ദൈവത്തിൻ്റെ അസാധാരണമായൊരു കൃപ ദമ്പതികളുടെ മേൽ ഇറങ്ങി വരുന്നത് കാണാൻ സാധിച്ചു. ഞാൻ ആ ക്ലാസ്സിനിടയിൽ പലപ്പോഴും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വളരെ അസുലഭമായിട്ട് ഇന്നത്തെ കാലത്ത് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവും കൂടെ ചില മണിക്കൂറുകൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. അന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത, സാധാരണ ഇങ്ങനെ ഒരു ഫാമിലി കോൺഫറൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി മണിക്കൂറുകൾ തന്നെ ഭാര്യയും ഭർത്താവും അടുത്ത് ഇരുന്ന്, പിന്നെ രാത്രി വീട്ടിൽ പോയിട്ടും ഒരുമിച്ചിരുന്ന് ഇരിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു വർക്ക്ഷോപ്പാണ് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ. ആ ദിവസം നടന്ന സന്ദേശങ്ങളാണ് ഇനിയുള്ള ഈ 3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ആ ഒരു സെഗ്മെൻറ്റിലുണ്ടായിരുന്ന സന്ദേശം നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ കേൾക്കാം. I'm here to encourage every husband and every wife. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും ധൈര്യപ്പെടുത്തുവാനും സജ്ജരാക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. And I want to help build your home into a happy home. മാത്രമല്ല, നിങ്ങളുടെ കുടുംബങ്ങളെ ഒരു സന്തുഷ്ട കുടുംബമായി പണിയുവാനാണ് ദേവദാസൻ ഇവിടെ നിൽക്കുന്നത്. When you take down notes, നിങ്ങൾ നോട്ട് കുറിച്ചെടുക്കുമ്പോൾ sometimes the Holy Spirit will prompt you to take a decision. പരിശുദ്ധാത്മാവ് ചിലപ്പോഴൊക്കെ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. What you have to do is you have to write down the decision. നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനവും എഴുതണം. Not in the running notes. നിങ്ങൾ പ്രസംഗത്തിന്റെ നോട്ട് കുറിച്ചെടുക്കുന്നതിൽ കൂട്ടത്തിലല്ല. On a separate sheet of paper, maybe at the back of your book. ഒരുപക്ഷെ നിങ്ങളുടെ പുസ്തകത്തിന് ഏറ്റവും പുറകിലെ വേറൊരു പുതിയ പേജിൽ You can write down action plan. നിങ്ങൾ ആക്ഷൻ പ്ലാൻ, കർമ്മ പദ്ധതി എന്ന് പറഞ്ഞ് എഴുതാം. So whenever you take a decision or whenever you plan to put into practice something, you can write down that 1, 2, 3, 4 your action plan. നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ നിങ്ങൾ എഴുതിയിടുക. In our lives, there can come a lot of challenges in our married life. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികൾ നമ്മൾ നേരിടാം. You may be facing many serious challenges today in your marriage. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെ ഗൗരവപൂർവമായ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നേരിടുന്നവരായിരിക്കാം നിങ്ങൾ. But don't expect a magic today. പക്ഷെ ഇന്ന് നിങ്ങളൊരു മായാജാലം നടക്കുന്നു എന്ന് ചിന്തിക്കരുത്. But God will perform a miracle. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. But you have to cooperate with the Holy Spirit. പക്ഷെ ആ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. Are you ready for that? നിങ്ങൾ അതിന് തയ്യാറാണോ? I am married for the last 18 years now. ബ്രദർ രാമേൻ കഴിഞ്ഞ 18 വർഷമായിട്ട് വിവാഹിതനാണ്. And we are happy. ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു. I believe by the grace of God we have a happy home. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ വിശ്വസിക്കുകയാണ്, ഞങ്ങൾക്ക് ദൈവം ഒരു സന്തുഷ്ട കുടുംബം നൽകിയിരിക്കുന്നു. The main reason is that there is a 5th member in our family. അതിന്റെ മുഖ്യ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ 5ാമതൊരു അംഗം കൂടെയുണ്ട്. Me and my wife, 2 children plus 1. ഞാൻ, എൻ്റെ ഭാര്യ, 2 കുട്ടികൾ, പിന്നെ ഒരാൾ കൂടെ ഉണ്ട്. Who is that? അതാരായിരിക്കും?
That is our Lord Jesus. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. And that fifth member is with me. ആ അഞ്ചാമത്തെ അംഗം എൻ്റെ കൂടെയുണ്ട്. The fifth member is with my wife. ആ അഞ്ചാമത്തെ അംഗം എൻ്റെ ഭാര്യയുടെ And കൂടെയുണ്ട്. the fifth member is with my son and daughter. മാത്രമല്ല എൻ്റെ മക്കളുടെ കൂടെയും ആ അഞ്ചാമത്തെ അംഗമുണ്ട്. So whatever happens to us, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും he will take care of it. അദ്ദേഹം അത് നോക്കിക്കോളും. Hallelujah. ഹല്ലേലൂയ. But let me tell you one thing. If you want to have some drawings, you have to invest first. നിങ്ങൾക്ക് ചിലത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ, എന്തെങ്കിലും പിൻവലിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കണം. Hallelujah. ഹല്ലേലൂയ. If you want to draw 5,000 rupees from a bank account, you have to deposit first. നിങ്ങൾ ഒരു ബാങ്കിൽ നിന്നും 5000 രൂപ പിൻവലിക്കണമെങ്കിൽ ആദ്യം 5000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യണം. I will tell a few personal stories today. ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ പറയാം. Before marriage, I started praying for my marriage. എൻ്റെ വിവാഹത്തിന് മുൻപ് ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. How many years? എത്ര വർഷം പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? 30 years? 30 വർഷമാണോ? No, 3 years I prayed. 3 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. And I had a slip of paper in my hands to pray, and on that slip I had written 28 points. എൻ്റെ കയ്യിൽ ഒരു കടലാസിൽ 28 പോയിന്റുകൾ എഴുതിയിട്ട ഒരു അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. I think I started 94. I started praying and praying. 28 points. എനിക്ക് തോന്നുന്നു 1994 ഇത് എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. 28 പോയിന്റുകൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. I had never met Chema. ഞാൻ ക്ഷമയെ മുമ്പ് കണ്ടിട്ടില്ല. അതിനു മുമ്പ് I didn't know who would be my future wife. ആരായിരിക്കും എൻ്റെ ഭാവി വധു എന്ന് എനിക്കറിയില്ല. But I started praying. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. This was there in my Bible. ഇത് എൻ്റെ ബൈബിളിനകത്ത് ഞാൻ വെച്ചിരുന്നു. And let me tell you, with all glory to God, most of those prayer requests were answered. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയട്ടെ, അതിലെ ഭൂരിഭാഗം പ്രാർത്ഥന വിഷയങ്ങൾക്കും ദൈവം എനിക്ക് മറുപടി തന്നു. What I'm trying to say is that even before I started my marriage, I started investing prayer into our marriage. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഞാൻ വിവാഹിതനാകുന്നതിന് മുൻപ് തന്നെ എൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥന നിക്ഷേപിച്ചു. And on that paper, on the second page, I had written one verse. ഞാൻ ആ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതിയതിൻ്റെ മറുഭാഗത്ത് ഞാനൊരു വചനം എഴുതിയിരുന്നു. That was Proverbs 12 and verse number 4. സദൃശ്യവാക്യങ്ങൾ 12-ന്റെ 4-ാമത്തെ വചനമായിരുന്നു. A wife of a noble character is her husband's crown, but a disgraceful wife is like decay in his bones. ഉത്കൃഷ്ടയായ ഭാര്യ അവളുടെ ഭർത്താവിന് കിരീടം, നാണക്കേടുണ്ടാക്കുന്നവളോ അയാളുടെ അസ്ഥികളെ ക്ഷയിപ്പിക്കുന്നു. ആദ്യത്തെ പാർട്ട് ഒന്നുകൂടി വായിച്ചു. ഉത്കൃഷ്ടയായ ഭാര്യ അവളുടെ ഭർത്താവിന് കിരീടം. Yes. This was what I had written at the bottom of the prayer request. ആ ഭാഗമാണ് ഈ പ്രാർത്ഥന വിഷയങ്ങളുടെ താഴ്ഭാഗത്തായിട്ട് ഞാൻ എഴുതിയിരുന്നത്. And I know one thing, God has heard my prayers. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. I am blessed with the best wife in the world. ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയെ നൽകി ഞാൻ അനുഗ്രഹീതനായിരിക്കുകയാണ്. കണ്ണുകടിച്ചിട്ട് കാര്യമില്ല, 3 വർഷത്തെ പ്രാർത്ഥനയാണ്. Hallelujah. Hallelujah. So I'm going to give you a few tips on how to invest into your marriage. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടതെന്നുള്ള ചില ടിപ്പുകൾ, പൊടിക്കൈകൾ ഞാൻ Okay, let us start. നമുക്ക് തുടങ്ങാം. How can you invest into your future? നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ നിക്ഷേപിക്കുവാൻ I കഴിയും? mean into your future marriage life. ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഭാവി കുടുംബ ജീവിതമാണ്. What you can do today ഇന്ന് to നിങ്ങൾ have a blessed married life in the days to come. വരുന്ന ദിനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിൽ ഉടമയാകാൻ നിങ്ങൾ എന്ത് ചെയ്യണം? Number 1, 1 prayer. പ്രാർത്ഥന. Pray for your family. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. Pray for your life partner. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. Pray for your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. We are going to go fast. Are you ready? ഞങ്ങൾ ഇച്ചിരി വേഗത്തിൽ പോവുകയാണ്. തയ്യാറാണോ? Number 2, 2, reading relevant Bible portions on marriage. ബൈബിളിൽ നിന്നും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പ്രസക്തമായ വചനഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. So Genesis to Revelation, we can read a lot of Bible verses on marriage. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള നിരവധി വചനങ്ങൾ വായിക്കാൻ കഴിയും. Select them,
അതിനെ തിരഞ്ഞെടുക്കുക, underline them, highlight them, അടിവരയിടുക, ഹൈലൈറ്റ് ചെയ്യുക, by heart them, അതിനെ മനഃപാഠമാക്കുക, confess them in your prayers, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അതിനെ പ്രഖ്യാപിക്കുക, and align your life according to the Bible instructions. ആ ബൈബിളിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കുക. Number 3, 3, read good books on family life. മൂന്നാമത്തേത് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള നല്ല പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക. So not only reading the Bible, you can read extra biblical literature. ബൈബിൾ മാത്രമല്ല, ബൈബിൾ പരമായ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. Number 4, നാലാമത്തേത് observe good examples of married life. നല്ല കുടുംബജീവിതത്തിന്റെ മാതൃകകൾ നിങ്ങൾ വീക്ഷിക്കുക. In other words, observe couples who are leading a very good family life. നല്ല കുടുംബജീവിതം നയിക്കുന്ന മാതൃകാപരമായി ജീവിക്കുന്ന ആളുകളുടെ ജീവിതം നിങ്ങളൊന്ന് നിരീക്ഷിക്കണം. Number 5, 5, plan your future together. നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം നിങ്ങൾ ഒരുമിച്ച് പദ്ധതിയിടണം. That means set apart some time, sit together, only husband and wife, and plan for your future. അതിന്റെ അർത്ഥം അതിനുവേണ്ടി മനഃപൂർവ്വമായി കുറച്ച് സമയം മാറ്റിവെച്ച് ഭാര്യയും ഭർത്താവും ഇരുന്ന് ഭാവിയിലേക്കുള്ള ജീവിതം ആസൂത്രണം ചെയ്യണം. Hallelujah. ഹല്ലേലൂയ. First few years are very, very important. ആദ്യത്തെ ചില വർഷങ്ങൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. Those years are called bonding years. ആ വർഷങ്ങളെയാണ് കൂട്ടിയോജിക്കുന്ന ബോണ്ടിങ് നടക്കുന്ന വർഷങ്ങൾ എന്നറിയപ്പെടുന്നത്. Very, very important. വളരെ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങൾ. 1 Corinthians chapter 7, 1 കൊരിന്ത്യർ 7-ാം അധ്യായം verses 5, 10 and 19. അതിന്റെ 5, 10, 39. Do not deprive each other, except perhaps a mutual consent for a time, so that you may devote yourselves to prayer. Then come together again, so that Satan will not tempt you because of your lack of self-control. 5, ഭാര്യ ഭർത്താക്കന്മാർ ഉഭയസമ്മതപ്രകാരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിശ്ചിത സമയത്തേക്ക് പിരിഞ്ഞിരിക്കുന്നതല്ലാതെ പരസ്പരം അവകാശങ്ങൾ നിഷേധിക്കരുത്. ആത്മനിയന്ത്രണത്തിന്റെ അലംഭാവം നിമിത്തം സാത്താൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാതിരിക്കുവാൻ വീണ്ടും ഒന്നിച്ചു ചേരുവിൻ. So the essence of this verse is that the husband and wife should never be separated. ആ വാക്യത്തിന്റെ അന്തസത്ത എന്നുള്ളത് ഒരിക്കലും ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കാൻ പാടില്ല. ഭാര്യയുടെ കൈ അങ്ങ് കയറി പിടിച്ച്, ഭാര്യയുടെ കയ്യിലൊന്ന് കയറി പിടിക്കുക, പിടിക്കുക, കണ്ണോട്ട് നോക്കിയിട്ട് പറയും, നമ്മൾ തമ്മിൽ പിരിയാൻ പാടില്ല കേട്ടോ. പറഞ്ഞേ, പരസ്പരം നോക്കിയിട്ട് പറയൂ. നാടൻ ഭാഷയിൽ അങ്ങ് പറ, നമ്മൾ തമ്മിൽ പിരിയരുത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പറ. ആക്ഷൻ പ്ലാൻ 1, I will never be separated from my wife or from my husband. എഴുതിയിടുക, ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു നിൽക്കുകയില്ല. Verse number 10, to the married I give this command, not I but the Lord, a wife must not separate from her husband. 10-ാമത്തെ വചനം, വിവാഹിതർക്ക് ഞാനല്ല കർത്താവ് തന്നെ കൊടുക്കുന്ന കൽപ്പന ഇതാണ്, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. അവസാന ഭാവം കൂടി വയ്ക്കുക, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. ഭർത്താക്കന്മാർ ഒരുമിച്ച് ചേർന്ന് പറ, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. Verse number 39, 39-ാമത്തെ വചനം, a woman is bound to her husband as long as he lives. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഭാര്യ അയാളോട് ബന്ധിതയായിരിക്കുന്നു. Today people are very, very professionally minded. ഇന്ന് പല ആളുകളുടെയും പ്രൊഫഷണലി അല്ലെങ്കിൽ ഔദ്യോഗികമായി മാത്രം ചിന്തിക്കുന്നവരാണ്. So after marriage, husband goes to the north and the wife goes to the south for work. വിവാഹത്തിന് ശേഷം ജോലി കാര്യങ്ങൾക്കായി ഭർത്താവ് വടക്കോട്ട് പോകുന്നു, ഭാര്യ തെക്കോട്ട് പോകുന്നു. അപ്പം തെക്കോട്ട്, അമ്മ വടക്കോട്ട്, അങ്ങനെ കേട്ടിട്ടില്ലേ? അതുപോലെ പോക്ക. Because the work is important for them. കാരണം അവർക്ക് അവരുടെ ജോലിയാണ് പ്രധാനപ്പെട്ടത്. Somehow to amass some money. എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണം. I'm not against going to the Gulf or going to any place for work, but make it a priority that your married life will not be separated. ഞാൻ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നതിനോ വേറെ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതിനോ എതിരല്ല. പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് യോജിച്ച് നിൽക്കുന്ന രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കുക. I have seen some families, the husband is in the Gulf, wife is here, and the children are studying in North India. ഞാൻ ചില കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്, ഭർത്താവ്
ഗൾഫിൽ ജോലി ചെയ്യുന്നു, ഭാര്യ നാട്ടിലുണ്ട്, മക്കൾ നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്നു. In some families, 4 members in 4 countries. ചില കുടുംബങ്ങളിൽ 4 കുടുംബാംഗങ്ങളും 4 രാജ്യത്തായിരിക്കും. What happens is they have no family life. എന്ത് സംഭവിക്കുന്നു? അവർക്ക് ഒരു കുടുംബ ജീവിതമില്ല. And after marriage, the children also do the same thing. അപ്പോൾ വിവാഹത്തിന് ശേഷം കുട്ടികളും അത് തന്നെ അനുകരിക്കും. Husband in UK and the wife in Australia. ഹസ്ബൻഡ് UK താമസിക്കും, വൈഫ് ഓസ്ട്രേലിയയിൽ താമസിക്കും. No family life, no bonding. അവിടെ അവർ പരസ്പരം ബന്ധിക്കപ്പെടുന്നില്ല, അവർക്ക് കുടുംബജീവിതം നഷ്ടപ്പെടുന്നു. Hallelujah. ഹല്ലേലൂയ. So in this conference, this is what I have to give you, a humble advice. Give your family life the most importance. അതുകൊണ്ട് ഈ കോൺഫറൻസിൽ എൻ്റെ ഏറ്റവും വിനീതമായ ഒരു അപേക്ഷ ഇതാണ്: നിങ്ങളുടെ കുടുംബത്തിന്, കുടുംബ ജീവിതത്തിന് ഒന്നാം സ്ഥാനം, പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക. Hallelujah. ഹല്ലേലൂയ. How that bonding together. നിങ്ങൾ ഒരുമിച്ചുള്ള ആ സന്തോഷം ഉണ്ടായിരിക്കട്ടെ. In travel, in prayer, in all planning, in everything, be together. നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, എല്ലാം ഒരുമിച്ച് ചെയ്യുക. Hallelujah. ഹല്ലേലൂയ. Proverbs 18 and verse number 22. സദൃശ്യവാക്യങ്ങൾ 18:22. He who finds a wife finds what is good and receives favor from the Lord. ഭാര്യയെ കണ്ടെത്തുന്നവൻ നന്മ കണ്ടെത്തുന്നു, യഹോവയിൽ നിന്ന് പ്രസാദം പ്രാപിക്കുകയും ചെയ്യുന്നു. The Bible says your wife is a gift from the Lord. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങളുടെ ഭാര്യ ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. Before marriage, Sister Shema was number 1 in her church denomination in preaching in the state of Kerala. വിവാഹത്തിന് മുൻപ് സിസ്റ്റർ ക്ഷമ താൻ ആയിരുന്ന സഭാവിഭാഗത്തിൽ പ്രസംഗിക്കുന്ന കാര്യത്തിൽ, ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു. She didn't become a preacher after marriage. Even before that she was a preacher. She was a minister. ദേവദാസൻ വിവാഹം ചെയ്തതിന് ശേഷമല്ല അവൾ ഒരു പ്രസംഗികയായി മാറിയത്, കല്യാണത്തിന് മുൻപ് തന്നെ അവൾ ശക്തയായ ഒരു പ്രസംഗിയായിരുന്നു. I learned many things from her. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അവളിൽ നിന്ന് പഠിച്ചു. Proverbs 18:22 says, he who finds a wife finds what is good and receives favor from the Lord. സദൃശ്യവാക്യങ്ങൾ 18:22 വായിക്കുന്നു, ഭാര്യയെ കണ്ടെത്തുന്നവൻ നന്മ കണ്ടെത്തുന്നു, യഹോവയിൽ നിന്ന് പ്രസാദം പ്രാപിക്കുകയും ചെയ്യുന്നു. Hallelujah. ഹല്ലേലൂയ. So when you get a wife, you are getting favor from the Lord. നിങ്ങൾക്ക് ഒരു ഭാര്യയെ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രസാദം, അനുകൂലത ലഭിക്കുകയാണ്. Proverbs 31 and verse number 10 says, സദൃശ്യവാക്യങ്ങൾ 31 അതിന്റെ 10ാമത്തെ വചനം, a wife of noble character who can find, she is worth far more than rubies. ഉത്തമ സ്വഭാവമുള്ള ഭാര്യയെ ആർ കണ്ടെത്തും? അവൾക്ക് രത്നങ്ങളെക്കാൾ വിലയേറും. Hallelujah. ഹല്ലേലൂയ. Today, Sister Shema is so useful in the ministry, so fruitful in the family life, in any area taken. Why? Because I prayed and prayed and prayed and valued her. ഇന്ന് സിസ്റ്റർ ക്ഷമയെ എടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും ദൈവത്തിന് വേണ്ടി കത്തി നിൽക്കുന്നു. മാത്രമല്ല കുടുംബജീവിതത്തിൽ ഏറ്റവും ഫലമുള്ളവളായി നിൽക്കുകയാണ്. കാരണം എന്താണ്? ഞാൻ വർഷങ്ങൾ പ്രാർത്ഥനയിൽ അതിനുവേണ്ടി നിക്ഷേപിച്ചു. Hallelujah. ഹല്ലേലൂയ. She has that calling and anointing. ആ മകൾക്ക് അതിനുള്ള വിളിയും തെരഞ്ഞെടുപ്പുമുണ്ട്. Remember one thing, a good relationship will have to go through a lot of challenges. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നല്ല ഒരു കുടുംബ ബന്ധം എപ്പോഴും വെല്ലുവിളികളിലൂടെ കടന്നു പോകേണ്ടി വരും. Can I tell you something? ഞാനൊരു കാര്യം പറയട്ടെ. Husbands and wives, ഭാര്യയും ഭർത്താവും, between you might have experienced a lot of challenges. നിങ്ങൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. Why? എന്തുകൊണ്ടാ? Because you have a great core. കാരണം നിങ്ങൾക്ക് വലിയൊരു വിളിയുണ്ട്. Because you want to stick to your partner. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ It ആഗ്രഹിക്കുന്നു. is a good relationship. അത് നല്ലൊരു ബന്ധമാണ്. And you are working on it. നിങ്ങൾ അതിന്മേൽ നിങ്ങൾ പണിയുകയാണ്. Hallelujah. ഹല്ലേലൂയ. There can be challenges. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരാം. But you will be an overcomer. പക്ഷെ നിങ്ങൾ അതിനെ ജയിക്കുന്നവരായിരിക്കും. Because the Lord is in your family. കാരണം കർത്താവ് നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. The Lord is in your family. കർത്താവ് നിങ്ങളുടെ വീടിനകത്തുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദമ്പതികൾ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകളെ കോർത്ത് പിടിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കുടുംബജീവിതത്തിൻ്റെ മേൽ വലിയ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ ഭവനവും ഒരു ഹാപ്പി ഹോം ആയി മാറാൻ അങ്ങ് സഹായിക്കുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും.
കർത്താവെ, ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ അങ്ങ് പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്താലും ദൈവിക സമാധാനത്താലും അങ്ങ് നിറയ്ക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗികൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ ബാധിച്ചവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ ലംബ് ഉള്ളവർ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ സ്കിന്നിലുള്ള അലർജികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്നിപ്പോൾ ഞങ്ങളോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആ ഓരോ കുടുംബങ്ങളും അവരുടെ ബന്ധങ്ങളും അവരുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ അവരുടെ ദേശത്ത് എല്ലാവർക്കും അവരൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ തന്നെ കർത്താവെ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്ന ചിലർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവർ ഒരുമിക്കട്ടെ കർത്താവെ, അവർ ഒരുമിച്ച് ജീവിക്കട്ടെ കർത്താവെ, സന്തോഷത്തിൽ ജീവിക്കട്ടെ എന്നുകൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങൾ ചേർന്ന് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ആ കുടുംബത്തിലെ സാമ്പത്തികത്തെ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ. സകലരെയും അങ്ങ് സ്പർശിച്ചതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസിൽ നൽകപ്പെട്ട വിവിധ സെഷനുകളിൽ നൽകപ്പെട്ട സന്ദേശങ്ങളുടെ DVD ഫോമാറ്റിലും MP3 ഫോമാറ്റിലുമുള്ള CD അവൈലബിളാണ്. എൻ്റെ ഒരു ആഗ്രഹം എല്ലാ വീടുകളിലും ഇതിൻ്റെ, കാരണം എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് TV-യിലൂടെ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഫുൾ ഓഡിയോ അല്ലെങ്കിൽ ഫുൾ DVD ഒരു സെറ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു വലിയ അനുഗ്രഹമായിരിക്കും. നമ്മൾ അറിയാതെ തന്നെ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പണിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് UAE-യിലാണ്. ദുബൈയിലും ഷാർജയിലും അൽനാദയിലും ഒക്കെയാണ് നടക്കുന്നത്. TV-യിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ട്. തീർച്ചയായും അത് നോക്കി വരണം. ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷിക്കുന്നതായിരിക്കും. നാളത്തെ എപ്പിസോഡ് കാണാനായിട്ട് മറക്കരുത്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ കണ്ടിന്യൂവേഷൻ, അതിൻ്റെ തുടർമാനമായിട്ടുള്ള കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ നാളെ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അതുകൊണ്ട് നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.